എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം കുറേ ദിവസം കൂടി 2 മാസത്തെ വിദേശയാത്രയ്ക്ക് ശേഷം ഞാൻ വീട്ടിൽ വന്നു. ഒക്ടോബർ മാസം 1-ാം തീയതി. 60 ദിവസമായി എൻ്റെ അപ്പനും അമ്മയും കണ്ടിട്ട്. ഞാൻ അവരെ കണ്ട് ഓടി വന്ന് അവരെ കെട്ടിപ്പിടിച്ചു, അവർക്ക് ഉമ്മ കൊടുത്തു, എൻ്റെ പെട്ടി ഞാൻ അവരുടെ കൈ കൊടുത്തു. ഇതെല്ലാം എൻ്റെ അപ്പനെയും അമ്മയും കണ്ടപ്പോൾ ഞാൻ ചെയ്തത് എൻ്റെ അപ്പുറത്തെ വീട്ടിലെ സോണി വന്ന് പറഞ്ഞിട്ടല്ല. അറുപത് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും കണ്ടപ്പോൾ എൻ്റെ അപ്പുറത്തെ വീട്ടിലെ സോണിയുടെ ശുപാർശ എനിക്ക് വേണ്ട. എൻ്റെ അപ്പനെ കെട്ടിപ്പിടിക്കാനും എൻ്റെ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കാനും. ഇന്ന് പകൽ നിങ്ങൾക്ക് അറിയാവുന്ന പാട്ട് പാടിയാലും, നിങ്ങൾക്ക് അറിയാൻ മേലാത്ത പാട്ട് പാടിയാലും, നിങ്ങളെ ടച്ച് ചെയ്യുന്ന പാട്ട് പാടിയാലും ഇല്ലെങ്കിലും, ദുബൈയിൽ നിന്ന് വന്ന് സാം ബ്രദറിനോ എറണാകുളത്ത് വന്ന് എനിക്കോ ഞങ്ങളുടെ ശുപാർശ കേട്ടിട്ടല്ല നിങ്ങൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. ഫയർ വിങ്സിന്റെ ക്യാമ്പുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ അടിക്കുക, കൈ പൊക്കെന്നൊന്നും ഞങ്ങൾ ആരും പറയത്തില്ല. ഇതെല്ലാം നിനക്ക് അവനോടുള്ള സ്നേഹവും. എൻ്റെ അപ്പുറത്തെ വീട്ടിലെ സോണിയുടെ ശുപാർശ കൂടാതെ അവൻ വന്ന് കെട്ടിപ്പിടിക്കാൻ പറഞ്ഞില്ല, അവൻ വന്ന് ഉമ്മ കൊടുക്കാൻ പറഞ്ഞില്ല. കാൽവറിയിൽ എനിക്ക് വേണ്ടി മരിച്ച, എനിക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം ചിന്തിയ, എന്റെ പ്രാണന് മറുവിലയാ എനിക്ക് വേണ്ടി മരിച്ച എന്റെ യേശു എന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അറിയാതെ എന്റെ ഹൃദയം അത് ഹൃദയത്തിൽ നിന്ന് ഞാൻ ചെയ്യുമ്പം കർത്താവിന് ഒത്തിരി ഇഷ്ടമാണ്. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ട് അത് ചെയ്യുന്നെങ്കിൽ കർത്താവിന് അത് വേണ്ട. കാര്യം ആരാധിക്കാൻ കുറെ ജോലിക്കാർ സ്വർഗത്തിലുണ്ട്. കർത്താവ് ഒരുപക്ഷെ അത് കേട്ട് 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 ഇങ്ങനെ ലയിച്ചിരിക്കുകയായിരിക്കാം. അതിന്റെ കൂട്ടത്തിൽ നിന്റെയും കൂടെ ഒരു പാട്ട്. പക്ഷെ നീ അത് സ്നേഹത്തിൽ നിന്നാ ചെയ്യുന്നെങ്കിൽ, ആരുടെയും നിർബന്ധത്താലല്ല, ഹൃദയത്തിൽ നിന്നാ ചെയ്യുന്നെങ്കിൽ, ഇന്ന് പകൽ കർത്താവ് നിനക്ക് കൈതരും. കർത്താവ് നിന്റെ അടുക്കൽ വരും. കർത്താവ് നിന്നെ, ഞങ്ങളാരും പാടാൻ വേണ്ടി ഇവിടെ കയറി വന്ന് പാടുന്നവരല്ല, പാടിപ്പോയതുകൊണ്ട് അങ്ങ് പാടുന്നതാണ്. സ്തോത്രം. ഹലോ, അടുത്തിരിക്കുന്ന ആളോട് പറ, പാടാൻ വേണ്ടി പാടില്ലെന്ന് പറ. കർത്താവിന്റെ സ്നേഹത്തെ ഓർക്കുമ്പം പാടിപ്പോകുന്നത് കൊണ്ട് നമ്മളൊരു 5 മിനിറ്റും കൂടെ ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സൂചിച്ചിട്ട് ഞങ്ങൾ മൈക്ക് കൈമാറാൻ പോവാ. ഇത് ഹൃദയത്തിൻ്റെ അകത്തു നിന്നായിരിക്കണം. മിഷനാകരുത്, യന്ത്രമാകരുത്, യാന്ത്രികമാകരുത്, ആരെങ്കിലും പറഞ്ഞിട്ടാകരുത്. എൻ്റെ അപ്പനും അമ്മയും ദിവസങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടപ്പോൾ മാനുഷികമായ ആ ബന്ധം എന്നെ അവരിലേക്ക് ഒത്തിരി അടുപ്പിച്ചെങ്കിൽ, സ്വർഗീയമായ ഈ ബന്ധം നമ്മെ കർത്താവിലേക്ക് എത്രയോ അടുപ്പിക്കും. ദൈവമക്കളെ, ആ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ഹൃദയം തുറന്ന് നമ്മൾ പാടാൻ പോവാ. ഇതൊന്നും നമ്മളെ യോഗ്യതയോ, ഇതൊന്നും നമ്മൾ മുൻപ് കണ്ട് ഇതൊന്നും നമ്മുടെ ഹൃദയത്തിൽ പോലും ഇല്ലായിരുന്നു. എന്നാൽ കർത്താവിന്റെ സ്നേഹം മാത്രമാണ് ഇതെല്ലാം നമ്മൾ അനുഭവിക്കാൻ. ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ കർത്താവേ, ഐ താങ്ക് യു ഫോർ യുവർ ഗ്രേസ്. നിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. നാം ആയത് കൃപയാണ്, നാം നടന്നത് കൃപയാണ്, നാം നിന്നത് കൃപയാണ്, നാം ഇത്രത്തോളം എത്തിയത് കൃപയാണ്. ഫയർ വിങ്സിന്റെ ഈ ക്യാമ്പ് നടക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. നിങ്ങളിവിടെ വന്നത് ദൈവത്തിന്റെ കൃപയാണ്. ഇവിടെ നിന്ന് ശക്തിയുള്ള കഴുകന്മാരെ പോലെ പറന്നുയരാൻ നിങ്ങൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോകാൻ പോകുന്നതും ദൈവത്തിന്റെ കൃപയാണ്. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പ, ഇത്ര മാനിപ്പ യേശുവേ, യോഗ്യനല്ല ഇതു പ്രാപിപ്പ, ഇത് കൃപയതാ യേശുവേ.
പാടുക. എന്ത് കണ്ടു, എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പ, ഇത്ര മാനിപ്പ യേശുവേ. യോഗ്യനല്ല, യോഗ്യനല്ല ഇതു പ്രാപിപ്പ, ഇതു കൃപയത യേശുവേ. അക്കരങ്ങൾ ഉയർത്തിന്ന് പറഞ്ഞ് എന്ത് കണ്ടു ഇത്ര സ്നേഹം, എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പ, ഇത്ര മാനിപ്പ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പ, ഇത് കൃപയത യേശുവേ. നിങ്ങൾ മാത്രം അത് പാടിക്കുക. എന്ത് കണ്ടു ഇത്ര സ്നേഹം, എന്തു കണ്ടു ഇത്ര മാനിപ്പ യേശു. യോഗ്യനല്ല ഇത് പ്രാപിപ്പാൻ, ഓ യോഗ്യനല്ല ഇത് കർത്താവേ, നിന്റെ കൃപയെ ഓർത്ത് ഞങ്ങൾ ഇന്ന് പകൽ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഇതിനൊന്നും യോഗ്യതയില്ലാതിരിക്കുമ്പോൾ തന്നെ നിന്റെ കൃപയാൽ നീ ഞങ്ങളെ യോഗ്യരാക്കി തീർത്തതിനായി സ്തോത്രം. ഒരു യോഗ്യതയില്ലാതിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ കൃപ ഞങ്ങളെ യോഗ്യരായിട്ട് എണ്ണിയതിനായി സ്തോത്രം. മുഴുവൻ മഹത്വവും പുകഴ്ചയും മാനവും യേശുവിന്റെ കാൽക്കൽ ഞങ്ങൾ അർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ.